നിന്നെ എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? പണി തന്നിട്ടെന്ന് പറയാനാ. ഇവിടെ ഞങ്ങൾക്കൊക്കെ 8 മണിക്കൂറാ പണി, താൻ 12 മണിക്കൂറാ പണിയുന്നത്. മുതലാളിയെ സന്തോഷിപ്പിക്കാനായിരിക്കും. മുതലാളിയെ മണിയടിച്ച് ഞങ്ങൾക്കിട്ട് വേല വെച്ചോണ്ടല്ലോ. ഇതാ യൂണിയൻ മെമ്പർഷിപ്പാ, വരിസംഖ്യ ബസ്സിനെ ചേർത്തെ. എനിക്ക് വേണ്ട. യൂണിയൻ ചേരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടല്ലേ? യൂണിയനിൽ ചേരാതെ ഇവിടെ നിന്ന് പണിയെടുക്കാനൊക്കത്തില്ല, പറഞ്ഞേക്കാം. It would have to be able to change its molecular structure, like gold changing itself. തൂസിക്കണമേ, നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ അത് ശ്രീരാമ പട്ടാഭിഷേകം. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേട്ടെ ഗാലി ഗാലി പാൻപിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം മറന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, നിന്റെ മകൻ താളയിരുന്ന് എന്ത് കഥ കാണുന്നെന്നറിയാമോ? കണ്ണാ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്, എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താളയിരുന്ന് സായിപ്പിന്റെയും മദാമ്മയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണാ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ഞാനും അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണാ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണാ, ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും ചേർന്നിറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണാ. ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ ശ്രീനിവാസനോ? പോയി തന്നോ 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാലയെടുത്ത് ഉറപ്പാണോ? അന്ന് കളപ്പനൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. സത്യം വേണം. ഇവൻ കള്ളനാണ്, കള്ളൻ. ഇവൻ തന്നെയാണ് മാല എടുത്തിട്ടുള്ളത്. നീ അമ്മാവന്റെ വീട്ടിലെ താമസിക്കുന്നത് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുന്നത്, അത് തന്നെ കള്ളമല്ലേ? അയ്യോ, അതെനിക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ ജോലി തരില്ലെങ്കിലും ഒന്ന് കരുതിയ. എന്താ ഇവനെ തെറ്റില്ലെന്നാ പറഞ്ഞത്? നീ ഉള്ള സത്യം തുറന്നു പറഞ്ഞേര്. എവിടെയാ മാല വെച്ചിരിക്കുന്നേ? അതിങ്ങെടുത്ത് നിർത്തി പോയിക്കോ. ഈശ്വരനാണ് ഞാൻ എടുത്തിട്ടില്ല സാറേ. തിരുമൽ ദേവാ, സാർ, ഒരു അബദ്ധം പറ്റിയതാണ്. മാല കിട്ടി, മാല കിട്ടി. നല്ല പയ്യൻ, കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട്. മിസ്റ്റർ പൈ, എന്തെങ്കിലും കാണാതായാൽ എല്ലായിടത്തും ശരിക്ക് അന്വേഷിച്ചതിന് ശേഷമേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഉണ്ണി, ഇവർ നിന്നെ ഒരുപാട് തല്ലി. നമ്മൾ വളരെയേറെ ദുഃഖിക്കുന്നു. നിന്റെ വർഗം തന്നെയാണ് ഇതിന് കാരണം. നീ ബാ, നമുക്ക് കടയിലേക്ക് പോകാം. നിനക്ക് നമ്മൾ ശമ്പളം കൂട്ടി തരുന്നുണ്ട്. എനിക്ക് ജോലി വേണ്ട സാർ,
ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. അച്ഛന്റെ തല്ല് സഹിക്കയ്യാതെ ഞാൻ വീടിട്ടിറങ്ങിയത്. സാരമില്ലു, ഒരു അബദ്ധം പറ്റിയതല്ലേ, കൂടെ ചെല്ലേ. നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല, നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണോ? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പണിയാം. എന്റെ അച്ഛനോട് സ്നേഹത്തിൽ നിന്നാ എന്ത് കാര്യവും സാധിക്കാം. ആ, പണിസാധനമൊക്കെ ആയല്ലോ. ഇനി എന്തെങ്കിലും വേണോ? മതി, ധാരാളം മതി. എന്നാ ഞാൻ വരട്ടെ. ഓ, ആ, ഇരിക്കൂ, ഇരുന്ന് പണിതോളൂ. ഉണ്ണി, വരൂ. അത് മേനോൻ സാറിന്റെ വീടാ. അച്ഛന്റെ സ്നേഹിത മേനോൻ സാറ്. ഉണ്ണിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആരുമില്ലേ? നിർമ്മൽ, ആ, വാരിക്കോ വാരിക്കോ. ഞങ്ങളുടെ ഭാഷ വേറെ ഒറ്റ കുഞ്ഞിന് പറയാൻ പറ്റുമോ? അതാ ഞങ്ങളുടെ ഭാഷയുടെ ഗുണം. ഓ, ആ, അങ്കിളില്ലേ? അച്ഛന് നേരത്തെ സ്റ്റേഷനിൽ പോയി. ചേച്ചിയോ? ചേച്ചി, ദേ ഹരേ നിർമ്മൽ വന്നിരിക്കുന്നു. മാർച്ചിലല്ലേ സിന്ധുവിന്റെ NCC ക്യാമ്പ്? നിർമ്മൽ ക്യാമ്പിൽ പോകുന്നില്ലേ? പിന്നെ പോകാതെ, ക്യാമ്പിന് പോകാൻ വേണ്ടിയല്ലേ NCC ചേരുന്നത് തന്നെ. പിന്നെന്താ സാറ് പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതാ. അവിടെ പുതിയൊരു പണിക്കാരൻ താമസിക്കുന്നുണ്ട്. ഓ, അതായിരുന്നല്ലേ ഇന്നലെ രാത്രി ഇവിടെ വെളിച്ചം കണ്ടത്. ആ. സിന്ധു, നിർമ്മലിന് ചായ കൊടുക്കുന്നില്ലേ? ആ, എന്താ ചായ തരാത്തേന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ആ, പിന്നെ 1 മാസം മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതും വേണം. ആ, അതൊക്കെ തീർന്നു. ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഷോ, ഓർത്താ ഞാൻ വന്നത് തന്നെ. ഇരിക്കെ, ഉള്ളതൊക്കെ കൊണ്ടുവരാം. എത്രയും പ്രിയപ്പെട്ട അമ്മൂട്ടിക്ക് അമ്മൂട്ടിയുടെ ഭാഗ്യം കൊണ്ടാവും വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഈ വലിയ നഗരത്തിലെ ഒരു വലിയ സ്വർണ്ണക്കടയിൽ ജോലി കിട്ടിയത്. മുതലാളി നല്ല ആളാണ്. ഒറ്റയ്ക്കൊരു വീട്ടിലാണ് ഞാനിരുന്ന് പണിയുന്നതും താമസിക്കുന്നതും. എനിക്കിവിടെ ഒരു വിഷമമേ ഉള്ളൂ, അമ്മൂട്ടിയെ കാണാത്ത വിഷമം. ഭാർഗവേട്ടൻ ഇപ്പോഴും കെട്ടണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല അമ്മൂട്ടി, അമ്മൂട്ടി ആരും കെട്ടില്ല. കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കെട്ടുന്നവനെ ഞാൻ കൊല്ലും. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ.
അതിനു മുമ്പ് ഇനി നാട്ടിലേക്ക് വരില്ല. ലീലേച്ചിയെ കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹം കാണില്ലായിരിക്കും. കെട്ടിച്ചയച്ച പണം പോകില്ലേ? ലീലേച്ചിയോട് എന്റെ വിശേഷം പ്രത്യേകം പറയണം. അമ്മൂട്ടിക്ക് സുഖമാണെന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കുന്നു. അമ്മുവിന്റെ തട്ടാക്കുട്ടി. ലീലേച്ചിയെ അയ്യോ, എന്താ പിന്നെ കിതയ്ക്കുന്നത്? ഓടിയിട്ടാ. വലിയ പട്ടണത്തിൽ വലിയ സ്വർണ്ണക്കടയിൽ തട്ടാക്കുട്ടിക്കൊരു ജോലി. ഉണ്ണിക്ക് ജോലി കിട്ടിയോ? ലീലേച്ചി കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹമില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോവില്ലേ? എവിടെടി മോളെ കത്ത്? കാണട്ടെ. കത്തേ എനിക്കുള്ളതാ. നിനക്കുള്ള ഭാഗം ഞാൻ വായിക്കില്ല. എന്നാലും എനിക്ക് നാണാവും. താ മോളെ. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും, അമ്മൂട്ടിയെ കെട്ടാൻ.